ഹായ് ഓൾ, ഇന്ന് നമ്മൾ കൺസ്ട്രക്ഷൻ ഓഫ് ക്വാഡ്രിലാറ്ററൽസിന്റെ മൂന്നാമത്തെ ടൈപ്പാണ് വരയ്ക്കുന്നത്. അതായത് വെൻ ടു അഡ്ജസൻറ്റ് സൈഡ്സ് ആൻഡ് 3 ആംഗിൾസ് ആർ നോൺ. 2 അഡ്ജസൻറ്റ് സൈഡ്സും തന്നിട്ടുണ്ടാവും, അതിന്റെ 3 ആംഗിൾസും തന്നിട്ടുണ്ടാവും. അങ്ങനത്തെ കേസിൽ നമ്മൾ എങ്ങനെയാണ് ക്വാഡ്രിലാറ്ററൽ വരയ്ക്കാന്നാണ് നോക്കുന്നത്. ഇപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കൺസ്ട്രക്ട് എ ക്വാഡ്രിലാറ്ററൽ MIST where MI equal to 3.5 cm, IS equal to 6.5 cm, angle M equal to 75 degree, angle I equal to 105 degree and angle S equal to 120 degree. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, റഫ് സ്കെച്ച് വരയ്ക്കാം. MIST നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? ആംഗിൾ M equal to 75 degree തന്നിട്ടുണ്ട്. അത് 75 ഡിഗ്രി ആണെന്ന് എഴുതുക. I equal to എത്രയാണ്? 105 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. പിന്നെ ആംഗിൾ S equal to എത്രയാണ്? 120 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. പിന്നെ MI equal to 3.5 സെന്റിമീറ്റർ, ഇത് 3.5 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. പിന്നെന്താ, IS equal to 6.5 സെന്റിമീറ്റർ, IS equal to 6.5 സെന്റിമീറ്റർ. ബാക്കി 2 സൈഡ് തന്നിട്ടില്ല, 3 ആംഗിൾസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അതായത് when 2 adjacent sides and 3 angles are known. 2 adjacent sides തന്നിട്ടുണ്ട്, 3 ആംഗിൾസും തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, സ്റ്റെപ്സ് എഴുതാം. ആദ്യം ഡ്രോ MI ഈക്വൽ ടു 3.5 സെന്റിമീറ്റർ. ആദ്യം നമ്മൾ എന്ത് ചെയ്യും, MI വരച്ചു, അത് 3.5 സെന്റിമീറ്റർ ആണ്. ഐന്ന് നമുക്ക് 105 ഡിഗ്രി എടുക്കണം. ഐയിൽ നമ്മൾ 105 എങ്ങനെ എടുക്കാം? ഇവിടെ ആദ്യം നമ്മൾ ഒരു ആർക്ക് വരയ്ക്കാം, ഒരു ആർക്ക് ഇങ്ങനെ വരയ്ക്കാം. ഐയിൽ കോമ്പസ് വെച്ചിട്ട് ആർക്ക് വരയ്ക്കാം. എന്നിട്ടോ അതേ ലെങ്ത് കോമ്പസിൽ എടുത്തിട്ട് ഇവിടെ ആദ്യം നമ്മൾ കട്ട് ചെയ്യും, എന്നിട്ട് ഇവിടെ പോയിന്റ് വെച്ചിട്ട് ഇവിടെ ആദ്യം രണ്ടാമത് കട്ട് ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇത് 60യും ഇത് 120 ആണെന്ന് പറയാം. 60 ഡിഗ്രി ഇത് 120 ഡിഗ്രി ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. 60 ഡിഗ്രി 120 ഡിഗ്രിന്റെ സെന്ററിൽ നിന്നുണ്ടാവും 90 ഡിഗ്രി ഉണ്ടാവും. അതെങ്ങനെയാണ് ഉണ്ടാക്കുക? 60യിൽ നമ്മൾ കോമ്പസ് വെച്ചിട്ട് ആർക്ക് വരയ്ക്കും, 120യിൽ നമ്മൾ കോമ്പസ് വെച്ചിട്ട് ആർക്ക് വരയ്ക്കും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഇത് 90 ഡിഗ്രി ആണെന്ന് നമുക്ക് കിട്ടും. 90 ഡിഗ്രി കിട്ടി. 90ന്റെയും 120ന്റെയും ഇടയിൽ നമുക്ക് നേരെ പകുതിയിൽ എത്ര ഉണ്ടാവും? 105 ഡിഗ്രി ഉണ്ടാവും. 105 ആണ് നമുക്ക് ഐ ആയിട്ട് വേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഈ മുട്ടുന്ന പോയിന്റ് ഇതാണ് നമ്മളുടെ 90. ഇവിടെ നമ്മൾ വെച്ചിട്ട് ആർക്ക് വരയ്ക്കും, ഇവിടെ 120യിലും നമ്മൾ വെച്ചിട്ട് ആർക്ക് വരയ്ക്കും. അപ്പം ഇത് ആണ് നമ്മളുടെ 105 ഡിഗ്രി എന്ന് പറയും. 105 ഡിഗ്രിയിൽ നമ്മൾ ഐ വരച്ചു. അത് എത്രയാണ്? 6.5 സെന്റിമീറ്റർ ആണ് എടുക്കേണ്ടത്. അപ്പം ഡ്രോ ആംഗിൾ ഐ ഈക്വൽ ടു 105 ഡിഗ്രി using cutting the arc method. എന്നിട്ട് മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താ? മെഷർ 6.5 സെന്റിമീറ്റർ ആസ് IS equal to 6.5 സെന്റിമീറ്റർ വരച്ചു നമ്മൾ. IS ആണ്. എന്നിട്ടോ അവിടുന്ന് 120 ഡിഗ്രി എടുക്കണം. അപ്പൊ നേരത്തെ മെത്തേഡ് തന്നെ. ആദ്യം നമ്മളിവിടെ വരയ്ക്കും, കോമ്പസ് വെച്ചിട്ട് നമ്മൾ ഒരു സെമി സർക്കിൾ വരയ്ക്കും. സെമി സർക്കിൾ ആദ്യം നമ്മൾ ഒരു പ്രാവശ്യം കട്ട് ചെയ്യും, ഇവിടെ വെച്ചിട്ട് നമ്മൾ രണ്ടാമത്തെയും കട്ട് ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 120 കിട്ടി. 120 കിട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യാം? 120 ആയിട്ട് ഇത് വരയ്ക്കാം. അത് 120 വരച്ചു. എമ്മിൽ എന്തുണ്ട്? 75 ഡിഗ്രി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എം പറയുന്നത് 75 ഡിഗ്രി ആണ് ഇവിടെ. അപ്പൊ നമുക്ക് എന്ത് പറയാം? നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യാം. എം നമ്മൾ ഇങ്ങനെ വരച്ചു. ഇവിടെ കോമ്പസ് വെച്ചിട്ട് നമ്മൾ ആദ്യത്തെ ആർക്ക് വെച്ചു, ഇവിടെ കോമ്പസ് വെച്ചിട്ട് നമ്മൾ രണ്ടാമത്തെ ആർക്ക് വരച്ചു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 60 കിട്ടി, 120 കിട്ടി. 60ന്റെയും 120ന്റെയും നടുവിൽ നമ്മൾ 90 വരച്ചു. 90 കിട്ടി. ഈ 90ന്റെയും 60ന്റെയും ഇടയിൽ നമുക്ക് എന്ത് കിട്ടും? 90ന്റെയും 60ന്റെയും നേരെ പകുതിയിൽ 75 ഡിഗ്രി നമുക്ക് കിട്ടും. അപ്പം ഇത് നേരെ മുട്ടിച്ച് വെച്ചാൽ നമുക്ക് 75 ഡിഗ്രി ആണ് ഇവിടെ നമുക്ക് കിട്ടുക. 75 ഡിഗ്രി നമുക്ക് അങ്ങനെ കിട്ടി.
ഇവിടെ എത്രയായിരുന്നു 120 ഡിഗ്രിയാണ്, ഇവിടെ 105 ഡിഗ്രിയാണ്, ഇവിടെ 75. ഇത് നേരെ മുട്ടിച്ച് വരച്ചു. അങ്ങനെ നമുക്ക് എന്ത് കിട്ടി? നമ്മളുടെ ക്വാഡ്രിലാറ്ററൽ MIST എന്നുള്ളത് ഡ്രോ ആംഗിൾ M equal to 75 degree using cutting the arc method. ആർക്ക് കട്ടിങ് മെത്തേഡ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു? 75 ഡിഗ്രി വരച്ചു. ജോയിൻ MT and ST to form quadrilateral MIST. അപ്പോൾ ക്വാഡ്രിലാറ്ററൽ MIST വരയ്ക്കാൻ നമ്മൾ എന്ത് ചെയ്തു? MTയും STയും ജോയിൻ ചെയ്തു. ഇപ്പം നമ്മൾ ട്രയാങ്കിൾ വരയ്ക്കാതെ നമ്മൾ ആംഗിൾസും സൈഡ്സിൻ്റെ വാല്യൂ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു? നമ്മളുടെ ക്വാഡ്രിലാറ്ററൽ വരച്ചു. അപ്പോൾ ഒന്നുകൂടി പറഞ്ഞുതരാം. ഡ്രോ MI ഈക്വൽ ടു 3.5 സെൻറ്റിമീറ്റർ. MI എന്ന് പറയുന്നത് 3.5 സെൻറ്റിമീറ്റർ ആണ്. അത് നമ്മൾ സ്കെയിൽ എടുത്തിട്ട് നമ്മൾ 3.5 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഡ്രോ ആംഗിൾ I ഈക്വൽ ടു 105 യൂസിങ് ദ കട്ടിങ് ആർ മെത്തേഡ്. ആദ്യം നമ്മൾ ഒരു സെമി സർക്കിൾ വരച്ചു. സെമി സർക്കിൾ വരച്ചിട്ട് നമ്മൾ അതേ ലെങ്ത് എടുത്തിട്ട് കോമ്പസ് ഇവിടെ വെച്ചിട്ട് നമ്മൾ ഒരു ആർക്ക് വരച്ചു. അതിൻ്റെ മുകളിൽ ആ ആർക്കിൻ്റെ മുകളിൽ കോമ്പസ് വെച്ചിട്ട് നമ്മൾ അടുത്ത ആർക്ക് കട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇവിടെ 60 കിട്ടി, ഇവിടെ 120 കിട്ടി. 120 60 നേരെ പകുതി ഇത് പറഞ്ഞാൽ 90 ഡിഗ്രിയാണ്. 90 കിട്ടാൻ നമ്മൾ ഇവിടെ 60 മുകളിൽ കോമ്പസ് വെച്ചിട്ട് നമ്മൾ ആർക്ക് വരച്ചു, 120 മുകളിൽ കോമ്പസ് വെച്ചിട്ട് ആർക്ക് വെച്ചു. അപ്പോൾ നമ്മൾ 90 ഡിഗ്രി കിട്ടി. ഈ 90 120 ഇടയിൽ നേരെ പകുതി എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? 105 ഡിഗ്രിയാണ്. 105 ഡിഗ്രി കിട്ടാൻ നമ്മൾ 90യിൽ നമ്മൾ ഇവിടെ 90 ആണ്, ഇവിടെ 90യിൽ നമ്മൾ വെച്ച് ആർക്ക് വരച്ചു, 120യിൽ നമ്മൾ വെച്ച് ആർക്ക് വരച്ചു. അങ്ങനെ 105 ഡിഗ്രി കിട്ടി. 105 ഡിഗ്രി കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്തു? ആംഗിൾ MIS എന്ന് പറയുന്നത് 105 ഡിഗ്രിയിൽ നമ്മൾ വരച്ചു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? IS എന്ന് പറയുന്നത് 6.5 നമ്മൾ മാർക്ക് ചെയ്തു. ഇനി IS 6.5 ആയി. ഇനി എസിന്റെ വാല്യൂ എന്താ? ആംഗിൾ S എന്ന് പറയുന്നത് 120 ഡിഗ്രിയാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്തു? കട്ടിങ് ആർക്ക് മെത്തേഡിൽ തന്നെ 120 ഡിഗ്രി നമ്മൾ മെഷർ ചെയ്തു. എന്നിട്ട് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തു ST എന്ന് പറയുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? M പറയുന്നത് 75 ഡിഗ്രിയാണ് തന്നിട്ട്, ആംഗിൾ M എന്ന് പറയുന്നത് 75 ഡിഗ്രിയാണ് തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്തു? അത് കട്ടിങ് ആർക്ക് മെത്തേഡിൽ തന്നെ നമ്മൾ 75 ഡിഗ്രി മാർക്ക് ചെയ്തു. അതായത് ആദ്യം കോമ്പസ് എമ്മിൽ വെച്ച് നമ്മൾ സെമി സർക്കിൾ വെച്ചു. അതേ മെഷർ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ കോമ്പസ് വെച്ചിട്ട് നമ്മൾ ഒരു ആർക്ക് കട്ട് ചെയ്തു. അതേപോലെ ഇവിടെ കോമ്പസ് വെച്ചിട്ട് ഇവിടെ ഒരു ആർക്ക് കട്ട് ചെയ്തു. അപ്പം നമുക്ക് എന്ത് കിട്ടി? 16 കിട്ടി, 120 കിട്ടി. 60 120 കിട്ടിയാൽ നമുക്ക് നേരെ നടു എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി ആയിട്ട് കിട്ടും. നടു 90 കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു? 60യിൽ നമ്മൾ വെച്ചിട്ട് ആർക്ക് കട്ട് ചെയ്തു, 120യിലും നമ്മൾ വെച്ചിട്ട് ആർക്ക് കട്ട് ചെയ്തു. അത് നമുക്ക് 90 കിട്ടി. 90ൻ്റെയും 60ൻ്റെയും ഇടയിൽ നമുക്ക് 75 ഡിഗ്രി ഉണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യും? 90യിൽ നമ്മളുടെ ഇതാണ് നമ്മളുടെ 90. ഇവിടെ നമ്മൾ കോമ്പസ് വെച്ചിട്ട് നമ്മൾ ആർക്ക് കട്ട് ചെയ്തു. 60യിൽ നമ്മൾ കോമ്പസ് വെച്ചിട്ട് ആർക്ക് കട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ നേരെ 60ൻ്റെയും 90ൻ്റെയും നേരെ പകുതിയായ 75 ഡിഗ്രി നമുക്ക് കിട്ടി. 75 ഡിഗ്രി കിട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യാം? MT എന്ന് 75 ഡിഗ്രിയിൽ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കാം. അപ്പോൾ നമുക്ക് MTയും കിട്ടി, STയും കിട്ടി. അപ്പോൾ നമുക്ക് MIST എന്ന് പറയുന്നത് ഒരു ക്വാഡ്രിലാറ്ററൽ ആയിട്ട് നമുക്ക് കിട്ടും.